ഹായ് ഫ്രണ്ട്സ്, സഫർ ഗ്രൂപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകൾ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഞങ്ങളുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു എങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഞങ്ങളുടെ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആവശ്യമാണ് എങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ചെങ്ങന്നൂർ കായംകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ സഫർ ഗ്രൂപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ എന്ന സ്ഥാപനവുമായി ബന്ധപ്പെടുകയോ ചെയ്യേണ്ടതാകുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടൂൾസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ട്രെച്ച്, സ്കെയിൽ, ട്രിം, എക്സ്റ്റെൻഡ്, ബ്രേക്ക് അറ്റ് പോയിന്റ്, ബ്രേക്ക് ആൻഡ് ജോയിൻ, ഇത്രയും കമാൻഡ്സ് ആണ് നമ്മളിപ്പോൾ ഈ വീഡിയോയ്ക്കകത്തിൽ പഠിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് സ്കെയിൽ എടുക്കാം. എന്താണ് സ്കെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിനെ വലുതാക്കാനും ചെറുതാക്കാനും ഉപയോഗിക്കുന്ന കമാൻഡാണ് സ്കെയിൽ. ഇനി എങ്ങനെയാണ് സ്കെയിൽ ഉപയോഗിച്ച് ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് വലുതാക്കാനും ചെറുതാക്കാനും പറ്റുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ ഒരു റെക്റ്റാങ്കിൾ വരച്ചു. ഇപ്പൊ ഈ ഒരു റെക്റ്റാങ്കിളിന്റെ എനിക്ക് വലുതാക്കുകയും ചെറുതാക്കുകയും വേണം, അതും സ്കെയിൽ ഉപയോഗിച്ചു. സ്കെയിലിന്റെ ഷോർട്ട് കട്ട് SC ആണ്. ഞാൻ SC എടുത്തു, എന്റർ ചെയ്തു, ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, എന്റർ ചെയ്തു, പിക്ക് ബേസ് പോയിന്റ് കൊടുത്തു. ഇനി ഇത് രണ്ട് രീതിയിൽ നമുക്ക് സ്കെയിൽ വലുതാക്കുകയോ ചെറുതാക്കുകയോ ചെയ്യാം. ഒന്ന് ന്യൂമറിക്കൽ വാല്യൂ ആഡ് ചെയ്ത്, അതല്ലെങ്കിൽ രണ്ട് റെഫറൻസ് പോയിന്റിനെ പിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് കമ്പാരിറ്റീവ്ലി ചെറുതാക്കുകയോ വലുതാക്കുകയോ ചെയ്യാം. അപ്പൊ ഇതിനകത്തിൽ ആദ്യം ഞാൻ ന്യൂമറിക്കൽ വാല്യൂ ഒന്ന് കൊടുക്കാം. എനിക്ക് ഇതിന് നേരെ പകുതി മതി എങ്കിൽ 0.5 കൊടുക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു സ്കെയിലിന്റെ കറന്റ് വാല്യൂ 1 ആയിരിക്കും. ആ ഒബ്ജക്റ്റിൽ നിന്ന് ചെറുതാകണമെങ്കിൽ 1നും 0ക്കും ഇടയ്ക്കുള്ള വാല്യൂ കൊടുക്കണം. ഇനി ആ ഒബ്ജക്റ്റിൽ നിന്ന് വലുതാകണമെങ്കിൽ 1ന് മുകളിലുള്ള വാല്യൂ കൊടുക്കണം. അപ്പൊ ഇപ്പം ഞാൻ 0.5 കൊടുക്കുന്നു. അപ്പോൾ 0.5 കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചേ, നേരെ പകുതിയായി. ഓക്കെ, ഇനി ഇതെങ്ങനെ കമ്പാരിറ്റീവ്ലി ചെറുതാക്കുകയും വലുതാക്കുകയും ചെയ്യാം എന്ന് നോക്കാം. സ്കെയിൽ എടുത്തു, SC എന്റർ, ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, എന്റർ ചെയ്തു, പിക്ക് ബേസ് പോയിന്റ് ചെയ്തു, എന്നിട്ട് റെഫറൻസ് പോയിന്റിനെ R ടൈപ്പ് ചെയ്തു, എന്റർ ചെയ്തു. ഫസ്റ്റ് റെഫറൻസ് പോയിന്റ്, സെക്കൻഡ് റെഫറൻസ് പോയിന്റ് കാണിച്ചു കൊടുത്തു. കമ്പാരിറ്റീവ്ലി നമുക്ക് ചെറുതാക്കുകയോ വലുതാക്കുകയോ ചെയ്യാം. ഇങ്ങനെയാണ് സ്കെയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത കമാൻഡ് സ്ട്രെച്ച്. സ്ട്രെച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിച്ചു നീട്ടുക. ഇവിടെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഡ്രാഗിങ് സെലക്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ സെലക്ഷൻ കവർ ചെയ്യുന്ന പോർഷൻ മാത്രമേ സ്ട്രെച്ച് ആവുകയുള്ളൂ. സ്ട്രെച്ചിന്റെ ഷോർട്ട് കട്ട് S ആണ്. എന്റർ, ഡ്രാഗിങ് സെലക്ഷൻ എടുത്തു, സെലക്ഷൻ കവർ ചെയ്തിരിക്കുന്ന ഈ പോർഷൻ ആണ്, എന്റർ ചെയ്തു, എന്നിട്ട് പിക്ക് ബേസ് പോയിന്റ് കൊടുത്തിട്ട് കണ്ടോ, സെലക്ഷൻ കവർ ചെയ്ത പോർഷൻ നമുക്ക് വലിച്ചു നീട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. എന്റർ. ഇനി എനിക്ക് ഈ പോർഷനാണ് സ്ട്രെച്ച് ചെയ്യണമെങ്കിൽ ഇവിടം കവർ ചെയ്യണം, എന്റർ ചെയ്യുക. ഓക്കെ, അപ്പൊ സ്കെയിൽ, സ്ട്രെച്ച് എന്നിവ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ട്രിം ആണ്. ട്രിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് തന്നെ അറിയാം, മുറിച്ചു മാറ്റുക. ട്രിം, മുറിച്ചു മാറ്റുക. അപ്പം നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് കിടക്കുന്ന ഒബ്ജക്റ്റിനെ മുറിച്ചു മാറ്റാൻ ഉപയോഗിക്കുന്ന കമാൻഡാണ് എന്തേ, ട്രിം. അപ്പം നമുക്ക് ട്രിം എടുക്കാം. ട്രിമ്മിന്റെ ഷോർട്ട് കട്ട് TR ആണ്. TR, എന്റർ. ഒരു ഏതിന്റെ ബൗണ്ടറിക്ക് ശേഷമാണോ കിടക്കുന്നത് ആ ബൗണ്ടറി സെലക്ട് ചെയ്യുക. എനിക്കിപ്പോൾ ഈ ബൗണ്ടറിക്ക് ശേഷമാണ് കിടക്കുന്നതെങ്കിൽ ആ ബൗണ്ടറി ഞാൻ ആദ്യം സെലക്ട് ചെയ്യുന്നു, എന്റർ ചെയ്തു. ഇനി പോകേണ്ട പോർഷൻ ഏതാണെന്ന് വെച്ചാൽ അത് ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇനി ട്രിം എടുത്തിട്ട് TR ഡബിൾ എന്റർ അടിച്ചു കഴിഞ്ഞാൽ എവിടെയൊക്കെ എക്സ്റ്റേണൽ പോർഷൻസ് ഉണ്ടോ അതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും. ഓക്കെ, അപ്പൊ ട്രിം ഇവിടെ അവസാനിക്കുന്നു. ഇനി എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റുമായിട്ട് കൂട്ടിമുട്ടിക്കണം. കൂട്ടിമുട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൂട്ടിമുട്ടാൻ സാധ്യതയുള്ള ഒബ്ജക്ട്സ് മാത്രമേ ഇത് കൂട്ടിമുട്ടുകയുള്ളൂ. എക്സ്റ്റെൻഡിന്റെ ഷോർട്ട് കട്ട് EX ആണ്. EX, എന്റർ. ഞാനിപ്പോൾ ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നു, എന്റർ ചെയ്യുന്നു, ഇതിലേക്ക് ഞാൻ കൂട്ടിമുട്ടിച്ചു. ഇനി ട്രിം ചെയ്തതുപോലെ തന്നെ EX ഡബിൾ എന്റർ എടുക്കുന്നു. അപ്പം ഇനി കൂട്ടിമുട്ടാൻ ചാൻസ് ഉള്ള എല്ലാ ഒബ്ജക്റ്റും നമുക്ക് കൂട്ടിമുട്ടിക്കാൻ പറ്റും. ഓക്കെ, അപ്പം എക്സ്റ്റെൻഡും ഇവിടെ കഴിഞ്ഞു. ഇനി ബ്രേക്ക് അറ്റ് പോയിന്റ്. ഒരു പോയിന്റ് കൊണ്ട് ഒരു ഒബ്ജക്റ്റിനെ എങ്ങനെ ബ്രേക്ക് ചെയ്യാം എന്നുള്ളതാണ് ബ്രേക്ക് അറ്റ് പോയിന്റ്. ബ്രേക്ക് അറ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഒരു പോയിന്റ് കൊണ്ട് ഒരു ഒബ്ജക്റ്റിനെ എങ്ങനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ബ്രേക്ക് അറ്റ് പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ബ്രേക്ക് അറ്റ് പോയിന്റ് ഇവിടെ മോഡിഫൈഡ് ടൂൾ ബാറിനകത്തിൽ ബ്രേക്ക് അറ്റ് പോയിന്റ്, ഇതാണ് ബ്രേക്ക് അറ്റ് പോയിന്റ്. ആദ്യം ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക,
ഇനി ഏത് പോയിന്റ് കൊണ്ടാണോ ബ്രേക്ക് ചെയ്യേണ്ടത്, എനിക്കിപ്പോൾ ഇവിടെ മിഡ് പോയിന്റിലാണ് ബ്രേക്ക് ചെയ്യേണ്ടത്. ഇനി നോക്കിയേ, ഇതൊരു പോയിന്റ് കൊണ്ട് 2 ഒബ്ജക്റ്റ് ആയി മാറി. ഇനി ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിനെ ബ്രേക്ക് ചെയ്ത് കളയുക, മുറിച്ച് കുറെ പോർഷൻ നമുക്ക് എടുത്ത് കളയണം. അതിന്റെ ഷോർട്ട് കട്ട് കീ BR ആണ്. BR എൻ്റർ, ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. ഇനി ഇവിടെ നിന്ന് എവിടം വരെയാണോ ബ്രേക്ക് ചെയ്യേണ്ടത് അത്രയും പോർഷൻ നമ്മൾ കാണിച്ചു കൊടുക്കുന്നു. ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, ബ്രേക്ക് ചെയ്യുന്നു. ഇനി ഈ ബ്രേക്ക് ചെയ്തതിനെയെല്ലാം നമുക്ക് വീണ്ടും ഒന്നിപ്പിക്കണം. അതിന് ജോയിൻ എന്ന കമാൻഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ജോയിന്റെ ഷോർട്ട് കട്ട് കീ J ആണ്. J എൻ്റർ, ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് എൻ്റർ ചെയ്യുന്നു. ഇപ്പം ഇത് ഒറ്റ ഒബ്ജക്റ്റ് ആയി. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജോയിൻ എന്ന കമാൻഡ് ബ്രേക്ക് ചെയ്ത പോർഷൻ മാത്രമല്ല ഒന്നിപ്പിക്കുന്നത്, ഒരേ ലെവലിൽ കിടക്കുന്ന ഏത് ഒബ്ജക്റ്റിനെയും ഒരുമിപ്പിക്കുകയും ചെയ്യും ജോയിൻ എന്ന കമാൻഡ് കൊണ്ട്. അപ്പം നമ്മളുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിയുന്നു. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ ക്ലാസ്സിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിലോ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിലോ നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമന്റ് ഇടുക.